നമസ്കാരം, ഞാൻ ഡോക്ടർ അരുൺ, ന്യൂറോ സർജനാണ്. നമ്മളിൽ പല കുട്ടികൾക്കും കാണുന്ന ഒരു രോഗാവസ്ഥയാണ്, അതായത് അവിടെ നട്ടൽ ഇങ്ങനെ വളഞ്ഞിരിക്കുന്നത്. അത് ജന്മന കാണാം, അല്ലെങ്കിൽ കുറെ കഴിഞ്ഞിട്ടായിരിക്കും അവർ ശ്രദ്ധിച്ചു തുടങ്ങുന്നത്. അപ്പം ഇത്തരം പ്രശ്നത്തിനെയാണ് നമ്മൾ സ്കോളിയോസിസ് എന്ന് പറയുന്നത്. അതായത് ജന്മന അല്ലെങ്കിൽ ഒരു ഏജ് കഴിയുമ്പോൾ ഇങ്ങനെ പതുക്കെ നമ്മുടെ നട്ടൽ ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന ഒരു രോഗാവസ്ഥ, സ്കോളിയോസിസ്. അപ്പോൾ സ്കോളിയോസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഗ്രേഡ് ആവും. മൈൽഡ് സ്കോളിയോസിസ്, മോഡറേറ്റ് സ്കോളിയോസിസ് അല്ലെങ്കിൽ സിവിയർ സ്കോളിയോസിസ്. ഒരു 15 ഡിഗ്രി വരെ വളവ് തന്നെയാണ് മൈൽഡ് സ്കോളിയോസിസ് എന്ന് പറയുന്നത്. പിന്നെ ഒരു 15 മുതൽ 45 ഡിഗ്രി വരെ നമ്മൾ മോഡറേറ്റ് സ്കോളിയോസിസും, 45 മുകളിലേക്കുള്ള വളവിനെ നമ്മൾ 40 അല്ലെങ്കിൽ 45 മുകളിലുള്ളതിനെ നമ്മൾ സിവിയർ സ്കോളിയോസിസിനും പറയും. അപ്പോൾ ഈ സ്കോളിയോസിസ് എന്ന് വെച്ചാൽ എങ്ങനെയാണ് സംഭവിക്കുന്നത്? അത് ബേസിക്കലി അതിനൊരു പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. പല കുട്ടികൾക്കും ജന്മന അല്ലെങ്കിൽ ഒരു വളരെ ചെറുപ്പത്തിൽ തന്നെ അത് ശ്രദ്ധിക്കുന്ന ഒരു അസുഖമായിട്ട് അല്ലെങ്കിൽ ഒരു അവസ്ഥയായിട്ട് നമ്മൾ കാണാറുള്ളൂ. പലപ്പോഴും അത് അതിന്റെ കണ്ടുപിടിക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രായം കൊച്ചിന് പൊക്കം വെക്കുന്നതനുസരിച്ച് ചെറിയതായ ഒരു സൈഡിലേക്ക് ഇങ്ങനെ പതുക്കെ വളഞ്ഞ് പോന്നു, അല്ലെങ്കിൽ കൊച്ചിന് എപ്പോഴും നിരന്തരം നടുവേദന. അപ്പോൾ നടുവേദനയ്ക്ക് ഡോക്ടറെ കാണാൻ പോകുമ്പോൾ എക്സ് എടുത്ത് നോക്കുമ്പോഴാണ് അറിയുന്നത് നമുക്ക് ഈ സ്കോളിയോസിസ് അല്ലെങ്കിൽ നടുവിന് വളവ് ഉള്ളതായിട്ട് നമ്മൾ കാണുന്നത്. അപ്പം ഏറ്റവും കൂടുതൽ കാണുന്നത് എപ്പോഴും മൈൽഡ് സ്കോളിയോസിസ് തന്നെയാണ്. മൈൽഡ് സ്കോളിയോസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 15 ഡിഗ്രിക്ക് താഴെയുള്ള വളവിനെയാണ് മൈൽഡ് സ്കോളിയോസിസ് എന്ന് പറയുന്നത്. അത് വളരെ കോമൺ ആണ്, ഒരുപാട് കുട്ടികൾക്കും അത് കാണാറുണ്ട്. അപ്പം മൈൽഡ് സ്കോളിയോസിസ് സാധാരണ രീതിയിൽ പ്രത്യേകിച്ച് ചികിത്സയൊന്നും ആവശ്യമില്ല. ഇത്തരം കുട്ടികൾക്കെങ്കിൽ കൂടുതലും എപ്പോഴും അവരുടെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും പ്രായം കൂടുന്നതനുസരിച്ച് ഒരു 12 വയസ്സ് 15 വയസ്സൊക്കെ ആകുമ്പോഴേക്കും എപ്പോഴും ഇങ്ങനെ ഒരു ചെറിയായിട്ടൊരു വളവൊക്കെ കാണും അവരുടെ കൂടെ. അത് മാത്രമല്ല, അവർ ഈ എന്തെങ്കിലും സ്കൂളിലൊക്കെ ഈ ബാഗൊക്കെ വെച്ച് പോകുമ്പോൾ എപ്പോഴും നടുവേനായിട്ട് കംപ്ലൈൻറ്റ് ചെയ്യുന്ന ഒരു രീതി കാണാം. അപ്പം എത്രയും ഒരു മൈൽഡ് സ്കോളിയോസിസ് ഒക്കെ ആണെങ്കിൽ സാധാരണ ഫിസിയോതെറാപ്പിയും അതിന് പറ്റിയുള്ള എക്സസൈസും ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അല്ലാതെ പ്രത്യേകിച്ച് ചികിത്സയൊന്നും ആവശ്യമില്ല. നല്ല വേദന ഉണ്ടെങ്കിൽ വല്ലപ്പോഴും ഒരു പെയിൻ കില്ലർ കഴിക്കുക. ഈ മോഡറേറ്റ് സ്കോളിയോസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി വളവ് കൂടുമ്പോൾ, അതായത് ഒരു 15 മുതൽ 40-45 ഡിഗ്രി വരെ ഉള്ളപ്പോഴാണ് ഈ മോഡറേറ്റ് സ്കോളിയോസിസ് എന്ന് പറയുന്നത്. മോഡറേറ്റ് സ്കോളിയോസിസ് ആകുമ്പോൾ കൊച്ചിന് കുറച്ചും കൂടി നല്ല വളവ് കാണും. അതിന് അതിൻ്റെ ദൈനംദിന ദിനത്തിൽ പല രീതിയിൽ ചെറിയ പരിമിതികളൊക്കെ എപ്പോഴും കാണാറുണ്ട്. അവർക്ക് എപ്പോഴും നമുക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് വേദന എടുക്കുക, ഒരുപാട് നേരം നടക്കുമ്പോൾ വേദന എടുക്കുക, നമ്മൾ എന്തെങ്കിലും ചുമട്ട് അല്ലെങ്കിൽ സ്കൂളിലൊക്കെ പോയി ബാഗൊക്കെ പിടിച്ച് സ്കൂളിൽ പോകുമ്പോൾ പെട്ടെന്ന് എപ്പോഴും ഒട്ടും ബാഗ് പൊക്കാൻ പറ്റാതെ വരും. അങ്ങനെ പല രീതിയിലുള്ള ലക്ഷണങ്ങൾ വരാം. ചില കേസുകളാണെങ്കിൽ ചില കൈയും കാലും തരിപ്പും അങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പോൾ ഒരു മോഡറേറ്റ് സ്കോളിയോസിസ് ആണെങ്കിൽ അതിൻ്റെ ചികിത്സ എന്ന് വെച്ചാൽ സാധാരണ രീതിയിൽ നമുക്ക് ഫിസിയോതെറാപ്പിയും പിന്നെ ബ്രേസ്, അതായത് ഈ പറ്റാത്തോളം ഒരു നേരെയാക്കാൻ വേണ്ടി ഒരു ബ്രേസ് ഇട്ട് കുറച്ച് മാസങ്ങളിൽ ബ്രേസ് ഇടുന്നത്, അതായത് കസ്റ്റമൈഡ് ആയിട്ടുള്ള ബ്രേസ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇടുന്ന ഒരു രീതിയുണ്ട്. അപ്പം ഇതുകൊണ്ട് പൂർണ്ണമായിട്ടും നട്ടലിന്റെ വളവ് നേരെ ആണോന്നില്ല, പക്ഷെ ഒരു പരിധി വരെ ചിലപ്പോൾ കറക്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പം അത് അങ്ങനെ ചെയ്ത് വേറെ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ അങ്ങനെ മുന്നോട്ട് പോകുന്നതാണ് അതിൻ്റെ ഒരു രീതി. പിന്നെ നിരന്തരം ഫിസിയോതെറാപ്പി ചെയ്ത് മുന്നോട്ട് പോവാം. സിവിയർ സ്കോളിയോസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 40-45 ഡിഗ്രി കൂടുതൽ വളവുള്ളപ്പം. ഇപ്പം എത്രയും സിവിയർ സ്കോളിയോസിസ് ഒക്കെ ഉള്ളപ്പോൾ ഒരുപാട് അവർക്ക് ഡെഫിസിറ്റ്സ് വരാം. അതായത് നടക്കാൻ പറ്റുന്നില്ല, കോർഡിനേഷൻ കിട്ടുന്നില്ല, കൈകാൽ തരിപ്പ്, അങ്ങനെ പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതിനൊക്കെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ കൊച്ചുകൾക്ക് അനുഭവപ്പെടാം. കൂടാതെ ലങ്സ്, ഈ തൊറാസിക് ഏരിയ അല്ലെങ്കിൽ ലങ്സിൻ്റെ ഏരിയയിലൊക്കെ വളവ് വരുമ്പോഴേക്കും ലങ്ങിൻ്റെ കപ്പാസിറ്റി കൂടുക, അപ്പം സ്പോർട്സിലൊക്കെ പങ്കെടുക്കും പെട്ടെന്ന് കിതപ്പ് വരിക, അങ്ങനെ ബ്രീതിങ് ട്രബിൾ വരിക, അങ്ങനത്തെ പല രീതിയിലുള്ള കപ്പാസിറ്റി ഇല്ലാത്തതിൻ്റെ പല പ്രശ്നങ്ങളൊക്കെ വരാം. ഇപ്പോൾ സാധാരണ രീതിയിൽ 45 ഡിഗ്രി കൂടുതൽ വളവുണ്ടെങ്കിൽ അത് സിവിയർ സ്കോളിയോസിസ് വരും. അത്ര കേസിലാണ് നമ്മൾ സർജറി സജസ്റ്റ് ചെയ്യുന്നത്, അതായത് ഈ നട്ടിൽ സ്ക്രൂ ഇട്ട് നേരെയാക്കി ഫിക്സ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പം ഈ നട്ടിലിങ്ങനെ ഒരു 45 ഡിഗ്രി കൂടുതലൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ അതിനെ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് സ്ക്രൂ ഇട്ട് അലൈൻ ചെയ്ത് നമ്മുടെ മുകളോട്ട് താഴെ വരെ നമ്മളിങ്ങനെ കറക്റ്റ് അലൈൻ ചെയ്ത് നേരെയാക്കാനായിട്ടുള്ള ഒരു രീതിയുണ്ട്. അത് ബേസിക്കലി ഒരു വളരെ കോംപ്ലിക്കേറ്റഡും വളരെ മേജർ സർജറിയാണ്, പക്ഷേ സാധാരണ രീതിയിൽ നല്ല രീതിയിൽ വിജയശതമാനം ഉള്ള ഒരു സർജറി തന്നെയാണ്. ഈ ചില കേസുകളിലൊക്കെ ആണെങ്കിൽ നമ്മൾ സാധാരണ രീതിയിൽ ഇതൊരു അവരുടെ ഗ്രോത്ത് സ്പർട്ട്, അതായത് നല്ല പൊക്കം വെക്കുന്ന ഒരു സ്റ്റേജ് കൺട്രോൾ ആയതിനു ശേഷമാണ് നമ്മളിത് ചെയ്യുന്നത്. ഒരു 15, 16, 17 വയസ്സിന് ശേഷമാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. കൊച്ചിന് മേജർ പ്രോബ്ലംസ് ഒന്നും ഇല്ലെങ്കിൽ. പക്ഷേ ചില കുട്ടികൾ വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇത് കാരണം. അത്രയും കുട്ടികളാണെങ്കിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ സ്കോളിയോസിസ് കറക്ഷൻ ചെയ്യാം. എന്നിട്ട് ഓരോ 6 മാസവും പൊക്കം വെക്കുന്നതനുസരിച്ച് ഈ റോഡിന്റെ സൈസ് ഇങ്ങനെ കൂട്ടി ഹൈറ്റിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന ഒരു രീതിയുണ്ട്. അപ്പം ബേസിക്കലി സ്കോളിയോസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഭയത്തോടെ കാണേണ്ട ഒരു അസുഖമല്ല. അപ്പം അതിനെ നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിന്റെ ഗ്രേഡ് അനുസരിച്ച് കറക്റ്റായിട്ട് ചികിത്സിച്ച് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോവാം. താങ്ക് യു.